അപ്പോൾ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ നോമ്പ് 14ാമത്തെ നോമ്പിലേക്കുള്ള അത്താഴം കഴിഞ്ഞു, എണീച്ചു, ഭക്ഷണം കഴിച്ചു. നമ്മളങ്ങനെ സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓതലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ 14ാമത്തെ നോമ്പാണ്. ഇന്ന് നോമ്പിൽ ഞാൻ പ്രതിദിവസം പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നോമ്പുകളുടെ ജീവിതത്തിൽ 14ാമത്തെ നോമ്പിൽ നടക്കുന്നത് അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ നമ്മൾക്കിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല മാറ്റങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ നല്ല നല്ല വീഡിയോസും ഫുഡ് എക്സ്പ്ലോറിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോമ്പ് കാലം നമ്മളിങ്ങനെ തൽക്കാലം നോമ്പിൻ്റെ ഒരു വ്ളോഗ് പോലെ റേഡിയോ വ്ളോഗ് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ കൂട്ടിത്തരണം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് ആഴ്ചകളോട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് 14ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനി നമ്മളൊന്ന് കുറച്ചേർന്ന് കടന്നിറങ്ങിയിട്ട് നീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഓക്കെ. ഗൈസ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നമുക്ക് ഗിവവേയുടെ ഷോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗിവവേൻ്റെ വ്യൂസ് നമുക്ക് 1.85 ആയിട്ടുള്ളൂ, 5-6 ആയിട്ടുള്ള 1K ആയിട്ടുള്ളൂ. നമ്മളത് 1 മില്യൺ വ്യൂസാണ് നമ്മൾ റീച്ച് ആയാലാണ് നമ്മൾ ഇടയ്ക്കെടുക്കാൻ അറിയുന്നത്. ഒത്തിരി പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നെയിം കമൻറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി എന്തായാലും ഒന്ന് പോയി കാണുക. 1 മില്യൺ വ്യൂസ് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് മുതൽ 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതാരും മറക്കണ്ട, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേര് കമൻറ്റായി രേഖപ്പെടുത്തിയിട്ട് നറുക്കെടുപ്പിൽ എല്ലാവരും പങ്കാളികളാവുക. എൻ്റെ ആദ്യത്തെ ഗീവാണ്, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട്. ഒരാൾക്ക് കിട്ടുള്ളൂ. 13,000 രൂപയുടെ ഒരു പ്രൈസാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു 1 മില്യൺ വ്യൂസിലേക്ക് 10 ദിവസം കൂടി 4 ദിവസം കൂടി ഉള്ളൂ എത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നിസ്സംശയമാണ് സാധിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കണം. ഗീവേൻ്റെ കാര്യം മറക്കണ്ട, ആ ഷോട്ട് ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അതും കൂടി ഓർപ്പെടുത്താനാണ് രണ്ടാമത് വന്നത്. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളങ്ങനെ നീച്ചു. സമയം ഇപ്പോൾ സമയത്ത് എന്നറിയും 3 മണിയായി, 3:30 4 മണിയായി ഗൈസ്. നമ്മളിങ്ങനെ ഡ്രിം ചെയ്യാൻ വേണ്ടി പോയി. ഭയങ്കര ഇറിറ്റേറ്റിങ്, ചൂടൊക്കെ അല്ലേ, നോമ്പിൽ ചെയ്യാൻ പാടില്ല, എന്തായാലും ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളത് ഇന്നത്തെ കാണിക്കാൻ പറ്റിയതൊന്നുമില്ല, എന്തെല്ലാം കാണിക്കുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ലൊഹർ നിസ്കരിച്ചു, ലൊഹർ കവാവായി, അസർ നിസ്കരിക്കാൻ വേണ്ടി പോകണം. നിസ്കരിച്ചിട്ട് നമുക്ക് പുറത്തേക്കൊന്നൊക്കെ പോയി ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്ന് വന്നിക്കണം, മരുന്ന് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രകൃതി മനോഹരമായ സ്ഥലത്തേക്ക് കൂടി പോകണം. ഞാൻ മരുന്നായിട്ട് നമ്മളൊക്കെ വന്ന ഗുളിക ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങാം. മയക്കില്ലാത്തതുകൊണ്ട് കയറുണ്ടോയെന്ന് അറിയില്ല. കാര്യമൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ ഗൈസ്. തീവണ്ടിപ്പാലേ, പത്രിപ്പാല. ഞങ്ങളങ്ങനെ അതിർക്കാട് തീവണ്ടി റോഡ് ഷോട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളങ്ങനെ ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴാണ് പോയില്ലേ, ഇന്നൊന്നും വരില്ല. അവിടെ ഓറഞ്ച് ലൈറ്റാണ് കത്തുന്നത് അല്ലേ, കാണണ്ട വരും. നെച്ചു കാണണ നെച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ഡയലോഗ്, വാഴ പറഞ്ഞ ചില്ല് പൊട്ടും. മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നോ, കമോൺ. ഇവിടെ നോക്കി നോക്കി 2 സ്ഥാനാർത്ഥികൾ ഒന്നിച്ചിട്ട്, രണ്ടാളൊന്നിച്ച് ജയിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. വിജയരാഘവൻ, സഖാവ് വിജയരാഘവൻ LDF സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ സിറ്റിംഗ് MP ആണ് പുള്ളി, പാലക്കാടിൻ്റെ നന്മ. ആര് ജയിക്കും അല്ലേ, അതിൽ നല്ല മത്സരമായിരിക്കും എന്തായാലും. ഇതാണ് സദനം, കുമാരൻ ആശാന്റെ മണ്ഡപം. സ്കൂൾ ഇവിടെ കോളേജ് ഉണ്ട്, സ്കൂളുണ്ട്. ഇതവരുടെ മണ്ഡപമാണ്. ഇവിടെ എന്തൊക്കെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, കഥകളിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കല്യാണ പരിപാടിയും കാണാറുണ്ട്. കല്യാണത്തിന് കൊടുക്കുക, റെന്റിന് കൊടുക്കലുണ്ടോ മണ്ഡപം. വലിയൊരു മണ്ഡപം കാണാല്ലേ. ഇതാ മറ്റേ സാധനം, ഒരു കാട്ടിനുള്ളിൽ ഒറ്റക്ക്. അതാണ് കളരി കളരി കളരിയാണ്. ഇതവരെ സ്കൂള്, സദനം കുമാരൻ കോളേജ്. ഒരു ഗാന്ധിയനാണ് പുള്ളി, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഫൗണ്ടർ. അപ്പോൾ പുള്ളി ജീവിച്ചിരിപ്പില്ല, മക്കളാണ് നടത്തുന്നത്. അച്ചോ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടില്ല ചുള്ളിച്ചടിക്കുന്ന ഇവിടെ
ഇവിടെ എന്തോ പൂരത്തിന്റെ പരിപാടി നടക്കണം. ആ മണ്ണൂർ വേല ആയിരിക്കും ചിലപ്പോ. മണ്ണൂരൊക്കെ കഴിഞ്ഞു. ഇല്ലല്ല മണ്ണൂർ ആയിട്ടില്ല. ഏതറിയില്ല, വേറെന്തോ പരിപാടിയാണ്. അവിടെ നല്ല പൂത്തൊക്കെ പറപ്പിച്ചിട്ടുണ്ട് ആ ബസ്. എന്റെ പൊന്നെ സലിച്ചണ്ണ ശിവനിൽ പൊതിയുണ്ട് ഞങ്ങൾക്ക്. ഇത് വരിക തന്നെ നഞ്ചത്തോണ്ട് വേഷമൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം 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 ഒരാൾക്ക് ഇതാണ് പണി. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊബൈൽ എടുക്കുക, കളിക്കുക. ഗെയിം കളിക്കൽ തന്നെയാണ് ഇയാൾക്കുള്ള പണി. നിസ്കരിക്കില്ല, നോമ്പെടുക്കും, പക്ഷെ നിസ്കരിക്കൂല. നിസ്കാര കള്ളൻ, കാട്ട് കള്ളൻ. ഡാ നിസ്കരിച്ചാ? കാട്ടള്ള നിസ്കരിച്ചാ? അയാൾ പാൻ്റ് ഇവിടെ കയറിയിരിക്കണ്. നോമ്പ് തുറക്കാനായിട്ട് നമ്മുടെ ആദ്യത്തെ ജ്യൂസ് എവിടെ എത്തിക്കുക. ഇത് ഷമ്മാമല്ലേ? ഇപ്പം നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് സ്പെഷ്യൽ നമ്മളിന്ന് മേടിച്ചതാണ് കേട്ടോ. സമൂസ, മുട്ട ബജ്ജി, കായ ബജ്ജി, ടോസ്, അത് ഫ്രൂട്ട്സ്, മാങ്കോട്ട ലൈമ്, ഷമ്മാം ജ്യൂസ്, തരിക്കഞ്ഞി. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ളത്. അപ്പം നമ്മൾ നേരെ നോമ്പ് തുറക്കാൻ പോകുന്നു. അപ്പോൾ നോമ്പ് തുറന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എന്ത് മെയിൻ നമുക്ക് ഫുഡ് ദോശയാണ് കേട്ടോ. ഐസ് നമുക്ക് നോമ്പ് തുറക്കാൻ നല്ല ദോശ, നല്ല കട്ട ചട്നി, നല്ല അടിപൊളി സ്ട്രോങ് ചായയാണ്. കഴിക്കട്ടെ. ദോശ ആൻഡ് ചട്നിയാണ് നമ്മൾ. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ അങ്ങനെ 14ാമത്തെ നോമ്പ് അവസാനിച്ചു. നോമ്പ് തുറക്കലും കഴിഞ്ഞു. നമ്മൾ ദോശയും ചട്നി ആയിരുന്നു നോമ്പ് തുറക്കലും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ നല്ല വീഡിയോസുമായി ഞങ്ങൾ വീഡിയോ ഭാഷ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.